ഹായ്, ഇത് ജിയോ ആണ് ലെൻസ് ഫിക്സ് ചെയ്യുന്നത്. ഇന്ന് രാവിലെ എനിക്ക് ഒത്തിരി കോളും വന്നു, ഒത്തിരി വാട്സപ്പ് മെസ്സേജും വന്നു. എന്താണെന്നല്ലേ, 199 രൂപയ്ക്ക് ഫിറ്റിംഗ് ചാർജ് മാത്രം വാങ്ങിക്കൊണ്ട് നിങ്ങൾ ലെൻസ് കൊടുക്കുമെന്നായിരുന്നു എന്നോടുള്ള ചോദ്യം. ഞാൻ പറഞ്ഞു, ഫിറ്റിംഗ് ചാർജ് ഞങ്ങൾ വാങ്ങുന്നില്ല, ഞങ്ങളുടെ കടയിൽ ഫ്രെയിമിനും ലെൻസും വാങ്ങുന്നവർക്ക് നമ്മൾ ഫിറ്റിംഗ് ചാർജ് വാങ്ങുന്നില്ല. അപ്പോൾ അടുത്ത ചോദ്യം, 199 രൂപയ്ക്ക് നിങ്ങളുടെ കടയിൽ ലെൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മുടെ കടയിൽ മാത്രമല്ല, കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഷോപ്പിലും 199 രൂപയ്ക്ക് ദൂരക്കാഴ്ചക്കല്ല സിംഗിൾ വിഷൻ ലെൻസസ്, ഹാർഡ് കോഡ് ലെൻസസ് അവൈലബിൾ ആണ്. ഏത് ഷോപ്പിൽ ചെന്നാലും കിട്ടും. എന്റെ ഷോപ്പിൽ മാത്രമല്ല കേട്ടോ. അപ്പൊ ചോദിച്ചു, ഈ 31-ാം തീയതി വരെ ഉള്ളൂ എന്ന് ചോദിച്ചു. 31-ാം തീയതി അല്ല, ഏപ്രിലാണെങ്കിലും ശരി, കഴിഞ്ഞ 10 വർഷമായിട്ടും ഈ 199 രൂപ തന്നെയാണ് ആ ലെൻസിന്റെ വില. അപ്പൊ ചോദിച്ചു, ഏത് ഫീച്ചറുള്ള ലെൻസാന്ന് ചോദിച്ചു. അതിന് പ്രത്യേകിച്ച് ഫീച്ചർ ഒന്നുമില്ല. നമുക്ക് കിട്ടുന്ന ലെൻസ് സിംഗിൾ വിഷൻ ലെൻസസ് ആയിരിക്കും, നോർമൽ വൈറ്റ് ഹാർഡ് കോഡ് ലെൻസസ് ആയിരിക്കും. ഇതുപോലെ ലെൻസാണ്. ഇത് കട്ട് ചെയ്തിടുമ്പോഴത്തേക്കിന് നമ്മുടെ പവർ എന്താണോ ആ പവർ നമുക്ക് കിട്ടും. അപ്പം ഈ ഒരു പവർ ലെൻസിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിങ്ങനെ വെക്കുമ്പോൾ കണ്ടോ, ഒരു ഗ്ലെയർ ഒക്കെ വരും. ഇതിനകത്ത് ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ഇല്ല, ബ്ലൂ കട്ട് ഇല്ല, ബ്ലൂ ഫിൽട്ടറോ ബ്ലൂ ക്യാപ്ചറോ ഒന്നും തന്നെ ഇതിനകത്തില്ല. അപ്പം ബ്ലൂ കട്ട് എന്താന്നുള്ളതല്ലേ, ബ്ലൂ കട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെൻസ് ഇത് ലൈറ്റ് കടന്നു പോവുക. ഇത് വെക്കുമ്പോഴത്തേക്ക് ഈ ലൈറ്റ് മൊത്തം തന്നെ ഈ ലെൻസിന്റെ അകത്തോട്ട് പാസ് ചെയ്യുക. അതായത് മൊബൈലിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഇതിനകത്ത് ഇല്ല. അപ്പം ഈ ബ്ലൂ കട്ട് എന്താണെന്നുള്ളതല്ലേ ചോദിച്ചത്. ഇതൊരു ബ്ലൂ കട്ട് ലെൻസാണ്. ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെൻസ് ലൈറ്റ് കട്ട് ചെയ്തു, ഈ ലൈറ്റ് കടന്നു പോകുന്നത് കട്ട് ചെയ്തു. ഇത് ബ്ലൂ കട്ടാണ്. അപ്പം നമുക്ക് വേണ്ട ലൈറ്റും കടത്തി വിടത്തില്ല, വേണ്ടാത്തതും കടത്തി വിടത്തില്ല. ഇത് തന്നെ ബ്ലൂ വി ക്യാപ്ചർ ഉണ്ട്, ബ്ലൂ ഫിൽട്ടർ ഉണ്ട്. ഞാൻ സാമ്പിൾ എടുക്കുന്നത് ക്രിസാളിന്റെ ലെൻസസ് ആണ്. ഇത് ക്രിസാളിന്റെ ബ്ലൂ വി ക്യാപ്ചറാണ്. ഇതിനെ പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ വേണ്ട ലൈറ്റിനെ കടത്തി വിടുകയും ചെയ്യും, വേണ്ടാത്തതിനെ കട്ട് ചെയ്യുകയും ചെയ്യും. ഇത് കണ്ടോ, ചെറുതായ ലൈറ്റ് പോയി ഫുൾ പോകുന്നു. ഇത് ചെറുതായിട്ടേ ഉള്ളൂ. അതായത് നമുക്ക് വേണ്ട ലൈറ്റിനെ കടത്തി, വൈറ്റമിൻ ഡി ഒക്കെ വേണമെന്ന് പറയുമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് വേണ്ട ലൈറ്റും ഉണ്ട്. അപ്പം നമ്മൾ ഫുള്ളായിട്ട് ബ്ലൂ കട്ട് ചെയ്യാനും പാടില്ല. പിന്നെയുള്ള ലെൻസ് എന്ന് പറഞ്ഞാൽ ട്രാൻസിഷനാണ്. ഇത് ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലെൻസ് ഡാർക്ക്, ഇതിപ്പം വെയിലത്ത് വെക്കുവാണെങ്കിൽ ഫുള്ളി ഡാർക്ക്, ഇത് ഞാൻ ചെറുതായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇത് ഇത്ര ഡാർക്ക് ആയതുണ്ടോ, ഇത് മൊത്തത്തിൽ നമുക്ക് ഡാർക്ക് ആവും, നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡാർക്ക് ആവും. അപ്പം ഇതാണ് ട്രാൻസിഷൻ. ഈ പറയുന്ന ഫീച്ചേഴ്സ് ഒന്നും നമ്മുടെ 199 രൂപയുടെ ലെൻസിൽ വരത്തില്ല. ഇത് സിംഗിൾ വിഷൻ ലെൻസ്, ദൂരക്കാഴ്ചയ്ക്കോ റീഡിങ്ങോ വേണ്ടി സിംഗിൾ വിഷനായിട്ട് എടുക്കാം. നമ്മുടെ കടയിൽ മാത്രമല്ല, ഒരുപാട് എല്ലാ ചെറുതും വലുതായിട്ട് ഒപ്റ്റിക്കൽ ഷോപ്പിൽ ഇത് അവൈലബിൾ ആണ്. അപ്പം ഇതിൻ്റെ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതൊരു അവയർനെസ് വേണ്ടി ഇടുന്നതാണ് കേട്ടോ. കാരണം ഒത്തിരി പേര് എന്നെ വിളിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് ഇടുന്നത്. അപ്പം മാർക്കറ്റിൽ ഇതൊരു ഫോണാണ്. ഇത് ഒരു 1000 അല്ല 1500 രൂപ വില വരും. ഇതും ഒരു ഫോണാണ്, ഇത് MIയുടെ ആണ്. ഇതിനും ഒരു 5000 അല്ല 10000, 15000, 20,000 രൂപ റേഞ്ചിൽ ഈ ബ്രാൻഡിൽ ലെൻസ് കിട്ടും, ഫോൺ കിട്ടും. ഇത് വിവോയുടെയാണ്. ഇതും അതുപോലെ തന്നെ പല 8, 10, 15, 20, എനിക്ക് 40,000 രൂപയ്ക്കും കിട്ടുമെന്ന് തോന്നുന്നു. ഇത് മോട്ടറോളയുടെയാണ്. ഇതും അതുപോലെ തന്നെ 10, 20, 30 റേഞ്ചിലും അവൈലബിൾ ആണ്. ഇത് ആപ്പിളിന്റെ ആണ്, ഐഫോണാണ്. അപ്പം ഇതിന് നമുക്ക് 30, 40, 50, 1 ലക്ഷം, 1.5 ലക്ഷം രൂപ റേഞ്ചിൽ ഇത് കിട്ടും. ഈ ഫോണ് ഈ വിലക്ക് കിട്ടുമോ? അതായത് ഈ ഫോണിന്റെ വിലക്ക് ഈ ഐഫോൺ കിട്ടുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പം ഈ വിലക്ക് എന്ന് പറഞ്ഞ തന്നെ 199 രൂപയ്ക്ക് ഈ ക്രിസാളിന്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രീമിയം ബ്രാൻഡ്, ഏതെങ്കിലും ബ്രാൻഡ് ലെൻസസ് 199 രൂപയ്ക്ക് കിട്ടുമോ? ഈ ക്വാളിറ്റിക്ക് ഈ വില തന്നെ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എസിലോ ലെൻസസ് ഉണ്ട്, ക്രിസാൾ ഉണ്ട്, ട്രാൻസിഷൻ ഉണ്ട്, സൈസ് ഉണ്ട്, നിക്കോൺ ഉണ്ട്, ഹോയ ഉണ്ട്, കൊഡാക് ഉണ്ട്, നോവ, എക്സെട്ര ഒത്തിരി ലെൻസസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഈ പറയുന്ന ബ്രാൻഡിന്റെ ലെൻസസ് ഒന്നും തന്നെ നമുക്ക് 199 രൂപയ്ക്ക് കിട്ടൂല. അപ്പം 199 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത് ആ ക്വാളിറ്റി ആയിരിക്കും. അപ്പം നമുക്ക് മൊബൈലിന്റെ പ്രൊട്ടക്ഷൻ വേണോ, ഇന്ന പ്രൊട്ടക്ഷൻ ഒക്കെ വേണോ വേണ്ടെന്ന് നമ്മൾ ചൂസ് ചെയ്യാം. അപ്പം ഇതൊരു ഇൻഫർമേഷനായിട്ട് വിചാരിക്കുക. ഞാൻ ഒരു അവയർനെസ് വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ ചെല്ലുമ്പോഴത്തേക്കിന് ഈ ഓൺലൈൻ സ്റ്റോറിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ചെന്നിട്ട് നിങ്ങളുടെ പരിചയത്തിലുള്ള കടയിലൂടെ ഒന്ന് ചെല്ലുക, ചെന്നൊന്ന് അന്വേഷിക്കുക. രണ്ടും ചെന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മേടിക്കാം. എല്ലാം ഈ 199 രൂപയ്ക്കുള്ള ലെൻസിന് കാണുന്നതിനൊന്നും കുഴപ്പമില്ല, അതിൻ്റെ ട്രാൻസ്മിഷൻസും മറ്റു കാര്യങ്ങളും ഫീച്ചേഴ്സും ഒന്നും ഉണ്ടായിരിക്കത്തില്ല. അപ്പം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടും തോന്നുന്നു. താങ്ക് യു സോ മച്ച്.